ഹലോ ഗായ്സ്, വെൽക്കം ടു ഡബിൾ ബാരൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ കയറ്റം കയറി അയ്യ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ പൊട്ടൻ എന്താ ഇത് ഒറ്റയ്ക്കുണ്ടോ പറയുന്നത്. പക്ഷേ എന്നെ ഒറ്റയ്ക്കൊന്നുമില്ല കേട്ടോ, അവർ പുറകെ വരുന്നേ ഉള്ളൂ. അവർക്കറിയത്തില്ല നിങ്ങൾ വീഡിയോ എടുക്കുന്ന കാര്യം. അയ്യോ എനിക്ക് അയ്യ, ഒരു മിനിറ്റ് ഈ കയറ്റം ഒരു കഴിഞ്ഞോട്ടെ. കയറ്റം കയറി പഴയ വരുന്നല്ല, ഭയങ്കര അണപ്പാ, സ്റ്റാമിനയൊക്കെ പോയി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ എറണാകുളം വരെ പോവാം, അമ്മുവിൻ്റെ മെഡിക്കലായിരുന്നു. അപ്പോൾ എറണാകുളം വരെ പോവുമല്ലേ, ഒരു ചെറിയ ഡേ ഇൻ അവർ ലൈഫ് ആക്കിയേക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ചു. ഇതെൻ്റെ മാത്രം പ്ലാനാണ്. അപ്പോൾ എല്ലാ വീഡിയോസിലും കമൻറ്റ് വരുന്നുണ്ട് ഒരു ഡേ ഇൻ അവർ ലൈഫ് ഡേ ഇൻ എ ലൈഫ് ചെയ്യാൻ പറയും. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവർക്കും അറിയത്തില്ല കേട്ടോ, അതെൻ്റെ മാത്രം പ്ലാനാണ്. അപ്പോൾ ഞാനെന്താ ഈ ഒറ്റയ്ക്ക് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒറ്റ സ്കൂട്ടറേ ഉള്ളൂ. ഒരു സ്കൂട്ടർ അച്ഛൻ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ടൊരു സ്കൂട്ടർ, അതേ 2 പേരിലേ കയറത്തുള്ളൂ. ട്രിപ്പിൾ അടിച്ചാൽ ഫൈൻ കിട്ടും, വിറ്റ് കിട്ടും. അതുകൊണ്ട് 2 പേര് സ്കൂട്ടറിൽ ഞാൻ ഒറ്റയ്ക്ക് നടന്നു. അവളെ കൊണ്ട് വിട്ടിട്ട് നേരെ എന്നെ ഒന്ന് പിക്ക് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുന്നു, ആരൊക്കെ പോസ്റ്റ് അടിക്കാൻ പോകുന്നു, മിക്കവാറും ഞങ്ങൾക്ക് മാത്രമേ പോസ്റ്റ് അടിക്കത്തുള്ളൂ എന്നൊക്കെ കണ്ടറിയാം. പോവല്ലേ, കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് വേണം അവരെ മീറ്റ് ചെയ്യാൻ. അപ്പോൾ ബാക്കി ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഓ ഗായ്സ്, ഇതേണ്ടേ 2 പേരും എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങളാരും പേടിക്കണ്ട. അത് ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞാൻ ട്രിപ്പ് അടിക്കത്തില്ല, പെറ്റി കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഗായ്സ്, ഞങ്ങൾ എത്തി. ഇപ്പോൾ സമയം എത്ര മണി? 7 മണി കഴിഞ്ഞ് ഒട്ട വാച്ചും കെട്ടിക്കൊണ്ട് എറണാകുളത്തോട്ട് ഇറങ്ങിയ കൊല്ലിയോ. അപ്പോൾ ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 7:30 ട്രെയിൻ. അപ്പോൾ എവിടെയും പോയാൽ നമ്മൾ അരമണിക്കൂർ മുമ്പ് അവിടെ ചെല്ലണമെന്നാണല്ലോ ശാസ്ത്രം. ആദ്യമായിട്ടല്ലേ. ഗായ്സ്, ഞങ്ങൾ എത്തി. ഇനി ഞങ്ങൾക്ക് നേരെ പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ TTR വിളിക്കല്ലേ, നമ്മൾ സമയം ചോദിക്കുമ്പോൾ വേണം സമയം പറയാൻ, അല്ലാതെ ഓൺ ആക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെയാണ് ഒടുക്കത്തെ ക്യൂ. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേറെ മാർഗ്ഗമില്ലേ എന്ന് നോക്കിയപ്പോൾ തൊട്ടടുത്ത് ഒരു മോണിറ്റർ. അങ്ങനെ ക്യൂ നിൽക്കാൻ ചെറിയൊരു മടിയുള്ളതുകൊണ്ട് അതിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നടന്നു. ഗൈസ്, ഇന്ന് നമ്മളെവിടെ പോകുന്നു? എറണാകുളത്ത്. നമ്മൾ എറണാകുളത്ത്. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ നടക്കുമ്പോൾ അമ്മ ഇച്ചിരി മോഡേൺ ഡ്രസ്സ് ധരിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നാടൻ രീതി ഡ്രസ്സൊക്കെ ധരിച്ച് ഇതെന്താ ഇങ്ങനെ ഒരു മാറ്റം വേണ്ടേ? ഇത് അവർക്ക് താല്പര്യമില്ലെന്ന് തോന്നി ഈ മോഡേൺ ഡ്രസ്സ് ധരിക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പോകുന്ന മെമുലാണ്. മെമുലാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു. 7:30 ട്രെയിൻ അല്ലേ? 7:30 ട്രെയിൻ. 7:30 ട്രെയിൻ ഞങ്ങൾ പോകും. ട്രെയിനൊക്കെ കയറിയാൽ അത്രത്തോളം ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കും എന്നൊക്കെ അറിയില്ല. നിങ്ങൾ കേൾക്കത്തില്ലെങ്കിൽ ഞങ്ങൾ മാക്സിമം വോയിസ് ഓവർ കേട്ടാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ ഞങ്ങളുടെ ലിപ്പ് വേറെ കഴിക്കും, വോയിസ് ഓവർ വേറെ കഴിക്കുന്നത്. അപ്പോൾ വോയിസ് ഓവറിനുള്ളതും നമ്മൾ ഇങ്ങനെ എടുക്കുന്നതും രണ്ടായിട്ട് എടുക്കണം. അത് ശരിയാണ്. അപ്പോൾ ഗൈസ്, വോയിസ് ഓവറിനുള്ളത് ഞങ്ങൾ വേറെ മാറ്റിയെടുക്കാം. ഇപ്പം ഞങ്ങൾ പറയുന്നത് അത്യാവശ്യം കേൾക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കും. ഞങ്ങൾ വണ്ടിയെ കയറുമ്പോൾ കാരണം ഇന്ന് മൈക്കില്ലാത്ത കാരണം പറയുന്നത് കേൾക്കാൻ സാധ്യത കുറവ്. കാരണം ഡീനോയ്സ് ഈ ഫോണിൽ ഡീനോയ്സ് ഇല്ല. ഇപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ട്രെയിൻ ഇതുകൊണ്ട് വരുന്നു, കണ്ടില്ലേ? ലൈറ്റൊക്കെ മിന്നിച്ച് കണ്ടു. നിന്നോട് ചോദിച്ചില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ട്രെയിനിൽ കയറി. ദൈവാദിനം കൊണ്ട് ഒരൊറ്റ സീറ്റില്ല, പോരാത്തതിന് ഇന്ന് തിങ്കളാഴ്ച. അതുകൊണ്ട് എന്താ, തിരുവല്ല മുതൽ എറണാകുളം വരെ നിന്ന് പോകേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടം വരെ ഒറ്റ നിപ്പ് നിന്നു. ഞങ്ങളെ കൊണ്ട് വണ്ടി ഒന്നും വന്നില്ല ഗൈസ് എന്ന് പറയാൻ അച്ചു പറഞ്ഞു. ഈ ബ്ലോഗിൽ എപ്പോഴും ഞാൻ തന്നെ സംസാരിക്കുന്നു, ഭയങ്കര കഷ്ടമാണ് കേൾക്കാൻ. SP ഒന്നുമല്ല, ഞാൻ കാര്യമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എറണാകുളം എത്തിച്ചേർന്നു. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ടിപ്പിയാറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. എന്നാലും വയ്യ, ഞങ്ങളത് ചെല്ലുമ്പോഴത്തേക്ക് വിയർത്ത് പിടിച്ച് ഒരു പരിവാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോകാനായിട്ടാണ് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഓട്ടോ ഒന്നും ഇവിടെ ഇല്ല. ഓട്ടോ വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും തോന്നുന്നു. നമുക്കൊരു കാര്യം, ഊബർ വിളിച്ചത് വന്നോ ഓടിച്ചില്ല. ഗൈസ്, ഞങ്ങൾക്ക് ഊബർ കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ചു. ട്രാവലിംഗ് ഗൈസ്, യു ഗൈസ് ആർ വെരി ഡിസ്കസിങ്.
ഗൈസ് ഈ ഓട്ടോക്കാരന് വട്ട് ഭ്രാന്ത് മെന്റൽ. ഞങ്ങൾ പെട്ടു ഗൈസ്. ഹായ് ഗൈസ്, അങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിത് എത്തിയിരിക്കുന്നു ഗൈസ്. എന്തായാലും പറഞ്ഞതിന് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഞങ്ങളിത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അകത്ത് കയറുന്നതിന് മുന്നേ അവളുടെ ഡോക്യുമെൻസിൻ്റെ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ അകത്ത് കയറി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് നേരമല്ല, കുറച്ചധികം നേരം. അങ്ങനെ ദേ അമ്മുവിൻ്റെ നമ്പർ വിളിച്ചു. അമ്മു ദേ പോയിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ദേ അവൾ തിരിച്ചു വന്നു. ഇനി അവളുടെ പേര് വിളിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ പിന്നെ അതുവരെ വെറുതെ പോസ്റ്റ് അടിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ മാട്ടെന്ന് വെട്ടിയടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുഡ് നല്ല അടിപൊളി ഫുഡായിരിക്കുമെന്ന്. ഓ എവിടുന്ന് ഫുഡ് വലിയ ഗുണമൊന്നുമില്ല, എന്നാലും വിശപ്പ് കൊണ്ടങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ. അവളോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ടെൻഷനാണ്. മെഡിക്കലിലെ റിസൾട്ട് വരാതെ അവൾ ഫുഡ് കഴിക്കത്തില്ലെന്ന് അവൾ ശബ്ദം എടുത്തിരിക്കുക. എത്ര മണിക്കൂറാണ് പോസ്റ്റ്? 2.5 മണിക്കൂർ ഞങ്ങളോട് പോസ്റ്റ്. അങ്ങനെ 2.5 മണിക്കൂർ പോസ്റ്റ് ആയതിൻ്റെ ക്ഷീണം ഞങ്ങൾ കഴിച്ച് തീർത്തു ഗൈസ്. ഞങ്ങൾ കഴിച്ചു. എനിക്കറിയില്ല, അമ്മ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ കഴിക്കാൻ പറഞ്ഞപ്പോൾ അമ്മനെ ആരുടെ കയറി പിടിച്ചോ അമ്മ കിട്ടി. എനിക്കറിയില്ല, പെട്ടെന്ന് എന്തോ പറ്റി, കഴിക്കുന്നില്ല, മിണ്ടുന്നില്ല, സംതിങ്. വന്നിട്ട് പിന്നെയും പോസ്റ്റ് എന്നെ ബന്ധിപ്പിക്കുക. 1 മണിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1:30 ട്രെയിൻ ഞങ്ങൾക്ക് പോവാം. പക്ഷേ എന്ത് ചെയ്യണം? 1 മണിയാകാം. 1 മണി കയറി ചോദിക്കും, അങ്ങോട്ട് കയറി ചോദിക്കും. ഗൈസ്, അവർ മെഡിക്കലിൽ റിപ്പോർട്ട് വാങ്ങിക്കാൻ പോവാം. എന്താകുമോ എന്തോ, റിജക്റ്റ് ചെയ്യുമോ ആർക്കറിയാം. ഞാൻ തിരിച്ചു വരുമ്പോൾ കാണാം. ഗൈസ്, നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓ, നമ്മുടെ റിപ്പോർട്ടിലെല്ലാം വിജയിച്ചിരിക്കുന്നു ഗൈസ്. എന്തോ റിപ്പോർട്ട് എന്തോ ഫിറ്റോ? അപ്പം അമ്മു പറക്കുവാ അല്ലേ? ഒന്നും പറയാല്ല ഗൈസ്. ഞാൻ ലൈൻ കട്ട് ചെയ്യാൻ പോവാ. ബൈ. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ്. 1:30 മെമ്മുവിന് പോകേണ്ട ഞങ്ങൾക്ക് മെമ്മു മിസ്സായി. അമ്മുവിൻ്റെ മെഡിക്കലിൽ റിപ്പോർട്ട് വന്ന് 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മെമ്മു മിസ്സായി. അതുകൊണ്ട് ഞങ്ങൾ 1:30 ട്രെയിന് 1:30 ഇത് റിപ്പോർട്ടും കിട്ടി. അവിടെ നിന്ന് ഓടിപ്പിടിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് റിയാക്ഷൻ ചെയ്യുന്നപ്പോഴത്തേക്ക് ട്രെയിൻ പോയി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ മെട്രോ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് നേരെ വൈറ്റിലേക്ക് മെട്രോ പിടിക്കാമെന്ന് വെച്ചു. വൈറ്റിലേയിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാമെന്ന്. ബസ് കിട്ടിയാൽ നേരെ ഒറ്റയടിക്ക് തിരുവല്ലയ്ക്ക്. ഗൈസ്, ഇത്രയും കൊടും ചൂടിൽ ഈ മെട്രോ മാത്രമായിരുന്നു ആകെ ഒരു ആശ്വാസം. ഹായ് ഗൈസ്, ഞങ്ങൾ വൈറ്റിലയിൽ മെട്രോ ഇറങ്ങി ഇങ്ങനെ ഓരോ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ബോറാണ്. ഞങ്ങൾക്ക് അറിയാം. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് എടുക്കുന്നത് എനിക്ക് എവിടെ ചെന്നാലും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇവരെന്താ നിങ്ങളെന്താ ഒന്നും വേണ്ടാത്ത? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡിസ്കസ്റ്റിംഗ്. എനിക്കാകെ അറിയാം ഇംഗ്ലീഷ്, അതെന്താ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞാൻ പാടത്ത് ഇംഗ്ലീഷ് അറിയാം. അത് വെച്ചാൽ വായിച്ചിട്ടുണ്ട്. ഇത് ഈ പറയുന്നതൊക്കെ ഇതിനകത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകതയുണ്ട്. ഞങ്ങൾ മൈക്ക് യൂസ് ചെയ്താൽ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. യൂസ് ചെയ്യാതെ അയ്യോ. അപ്പോൾ ഗൈസ് നമ്മുടെ മെട്രോ മുഴുവൻ കംപ്ലൈൻറ്റാണ്. ഗൈസ് ഗൈസ്, ഞങ്ങൾ കയറിയിട്ട് ഇറങ്ങാൻ വേണ്ടി ടിക്കറ്റ് യൂസ് ചെയ്തപ്പോൾ ഈ ടിക്കറ്റ് വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇത് ഞങ്ങളുടെ അല്ല, ഈ മെട്രോക്കാർ അനാസ്ഥയല്ലേ. കേന്ദ്രം ഇത് കാണണം. ഞാൻ പറയാം, കേന്ദ്രം ഇത് കാണും. കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടാക്കേണ്ടി വന്നായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് നടന്നൊരു അനുഭവം ഞാനിപ്പോൾ പങ്കുവെച്ചത്. ഇത് വെച്ചിട്ട് ഇത് യൂസാവുന്നില്ല, വർക്കാവുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പ്രതികരിക്കണം, ഞങ്ങൾ പ്രതികരിക്കുന്നു. ഗൈസ്, ഇത് ഒരു തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ബാക്കി അവരതൊക്കെ നോക്കിക്കോട്ടെ. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഞങ്ങൾക്ക് ബസ് കയറി, ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങൾക്ക് വന്ന പാടെ ബസ് കിട്ടി. അത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾക്ക് എത്ര മണിക്ക് ഞാൻ ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾ വൈകി എനിക്കിപ്പോൾ ഒന്നും പറയാനായിട്ട്. 2:30 ഉറപ്പാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോകും. ഇന്ന് മൊത്തം നടന്നു എനിക്ക് വയ്യ. നടക്കുക, നിൽക്കുക, ഇതൊക്കെ നടക്കുക, നിൽക്കുക, ഇത് എന്നത്തെ പരിപാടി.
അപ്പോൾ ബൈ ബൈ ബൈ. ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ നടന്നു, അതുപോലെ ഞാൻ ഇപ്പോഴും നടക്കുക. രാവിലെ ഞാൻ എറണാകുളത്തോട്ടായിരുന്നു, ഇപ്പോൾ അതെ വീട്ടിലോട്ട്. അയ്യോ ഞാൻ വീട് കണ്ടു, സ്വർഗം കാണുന്നതിൻ്റെ സുഖമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പോക്ക് രസമില്ലായിരുന്നു. അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, അവിടെ ചെന്ന് നിൽക്കുന്നു, ട്രെയിനിൽ നിന്ന് പോകുന്നു, സീറ്റ് കിട്ടിയതുപോലും. രാവിലെ തൊട്ടുള്ള ഇപ്പം എനിക്കൊന്ന് കയറി കിടന്ന് ഉറങ്ങിയാൽ മതി, ഭയങ്കര ക്ഷീണമുണ്ട്. അയ്യോ ഞാൻ വീട്ടിലെത്തി, ഇനി ഒന്ന് കയറി കിടന്ന് ഉറങ്ങിയാൽ മതി എനിക്ക്. രാവിലെ അങ്ങോട്ട് 2 പേരല്ലേ പോയത് വണ്ടിയിൽ. അപ്പോൾ ട്രിപ്പ് ശരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പം ഉച്ചയ്ക്ക് കൂടുതലല്ലേ. അപ്പം ഞാനിങ്ങനെ നടന്നല്ല, ഞാൻ നേരെ ഇറങ്ങി മുത്തൂർ വഴിയാണ് ബസ് പോയത്. അപ്പം മുത്തൂർ ഞാൻ ഇറങ്ങി വീട്ടിലൂടെ നടന്നു. അപ്പോൾ അവർ നേരെ ഇതുപോലെ പോയി വണ്ടി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അവർ വരുന്നിടം വരെ ഞാനുമായിരിക്കണ്ടല്ലോ വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു. അവരിപ്പോൾ വരും, എന്നിട്ട് കാണാം. ഈ വയ്യ വന്നിട്ടാങ്കളാ ആർക്കും വയ്യ ഗായ്സ്. എല്ലാവരുടെയും മുഖം കണ്ടില്ല, അങ്ങോട്ട് പോയപ്പോൾ നല്ല പ്ലസൻറ്റ് ഫേസ് ആയിരുന്നു. ഇത് നോക്കൂ, എന്താ ഇത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു പോക്ക് ഇവിടെ അവസാനിച്ചു. എനിക്ക് വയ്യ. ഇനി ഡേ ഇൻ ലൈഫ് അവസാനിച്ചിട്ടില്ല. ഡേ ഇൻ ലൈഫ് ഇനി ജിമ്മിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ കിടന്നുറങ്ങുന്നതിനും വരെ ഞങ്ങൾ ഈ ഡേ ഇൻ ലൈഫിൽ ഇട്ടിരിക്കും. അപ്പം ഇതിവിടെ ക്ലോസ് ചെയ്യാം ഗൈസ്. ഞങ്ങൾ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്തു. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ജിമ്മിലോട്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്നല്ല, ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ജിം. പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നു. ശരിയാണ്, ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ ഇഞ്ചുറി കാരണമൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്തായാലും കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതുള്ളൂ, ഒരാഴ്ചയായിരുന്നു നല്ല ഫാറ്റ്. ആ ഫാറ്റ് കുറച്ചെടുക്കാൻ മിനിമം ഒരു 2 മാസം. അന്ന് ഞങ്ങൾ 30 ദിവസം എന്നാണ് പറഞ്ഞത്. ഇതിൽ 30 ദിവസം 60 days 30ൻ്റെ ഇരട്ടിയായി. 60 days 60 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എന്താ കണ്ടു. അത് എന്നാ ഡേറ്റ് എന്നൊക്കെ ഞങ്ങൾ വലിയ പറയാം. അപ്പോൾ ഈ ഡേ ഇൻ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വൈകിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഞങ്ങൾ വേണ്ട കാണിക്കുന്നില്ല. വർക്കൗട്ട് വീഡിയോസ് വേറെ പുറകെ വരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവർ വി ആർ ഡബിൾ ബൈ സൈനിങ് ഓഫ്. ബൈ.